ആരാണ് യാക്കോബായക്കാർ? റോമാ ചക്രവർത്തിമാരുടെ സഹായത്തോടെ കൽക്കിദോന്യർ സുറിയാനി ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുകയും മേൽപ്പട്ടക്കാരെയും പട്ടക്കാരെയും തടവിലാക്കുകയും സത്യവിശ്വാസികളിൽ യാതൊരുവനും മേൽപ്പട്ടസ്ഥാനം നൽകരുതെന്നൊരു കൽപ്പന പുറപ്പെടുവിക്കുകയും ചെയ്തു. ഈ അവസരത്തിൽ ദൈവം എഴുന്നേൽപ്പിച്ച സഭയുടെ പരിത്രാതാവാണ് മോർ യാക്കോബ് ബുർദാന. തെല്ലായിലെ തെയോഫിലോസ് കശീശായിക്ക് ദീർഘകാലത്തെ പ്രാർത്ഥനയുടെ ഫലമായി ജനിച്ച പുത്രനാണ് യാക്കോബ്. യഥാർത്ഥ ദേറാക്കാരന് യോഗ്യമാം വിധം ഉപവാസം, പ്രാർത്ഥന, ധ്യാനം എന്നിവയിലും വേദപഠനത്തിലും മുഴുകി ജീവിച്ചു. മാതാപിതാക്കളുടെ മരണശേഷം തൻ്റെ സമ്പത്ത് മുഴുവൻ ദരിദ്രർക്ക് വിതരണം ചെയ്തു. അടിമകൾക്ക് മോചനം നൽകി. ഒരു വസ്ത്രം മാത്രം ധരിച്ച് അദ്ദേഹം ജീവിച്ചു. ആ വസ്ത്രമാകട്ടെ കീറിത്തുണി തുകൽ പോലെ തോന്നിച്ചിരുന്നു. അതിനാൽ അദ്ദേഹം യാക്കോബ് ബുർദാന, തുകൽധാരി ബുർദാന എന്ന് അറിയപ്പെട്ടു. കുസ്തന്തിനോസ് പോലീസിലെ തേവോദോറോ ചക്രവർത്തിനി ഈ വിശുദ്ധനെക്കുറിച്ച് കേട്ടിട്ട് അദ്ദേഹത്തെ കാണുവാൻ ആഗ്രഹിച്ചു. സത്യവിശ്വാസത്തിന് വേണ്ടി താൻ പ്രവർത്തിക്കുവാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ബോധ്യപ്പെട്ട യാക്കോബ് ബുർദാന അന്ത്യോക്യായുടെ പാത്രിക്കീസായി പിന്നീട് വാഴിക്കപ്പെട്ട സർഗീസിനോടൊപ്പം കുസ്തന്തിനോസ് പോലീസിലെത്തി. തേവോദോറോ രാജ്ഞി അദ്ദേഹത്തെ ആദരവോടെ സ്വീകരിച്ചു. ഭക്തയായ ചക്രവർത്തിനി നേരത്തെ തടവിൽ കഴിഞ്ഞിരുന്ന വിശുദ്ധ പിതാക്കന്മാർക്ക് പല സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. AD 542 യാക്കോബിനെ ഉറഹായിക്കും തേവോദോർ എന്ന ദേറാക്കാരനെ അറേബ്യയ്ക്കും മേൽപ്പട്ടക്കാരനായി അലക്സന്ദ്രിയ പാത്രിക്കീസ് വിശുദ്ധ തേവോദോസിയോസിന്റെ പ്രധാന കാർമ്മികത്വത്തിൽ തടവിൽ വെച്ച് വാഴിച്ചു. സത്യവിശ്വാസം സംരക്ഷിക്കുവാൻ അവർക്ക് എല്ലാവിധ അധികാരങ്ങളും നൽകി. വിശുദ്ധ യാക്കോബ് ബുർദാന അനേകം രാജ്യങ്ങളിൽ വിശ്രമമില്ലാതെ രാപ്പകൽ സഞ്ചരിച്ചു. അനേകം രാജ്യങ്ങളിൽ ആയിരക്കണക്കിന് വൈദികരെയും ഷെമ്മാശന്മാരെയും പട്ടം കൊടുത്തു നിയമിച്ചു. വിശുദ്ധന്റെ പ്രവർത്തനങ്ങളിൽ കുപിതരായ പ്രതിയോഗികൾ അദ്ദേഹത്തെ പിടികൂടുന്നതിന് പാരിതോഷികം പ്രഖ്യാപിച്ചു. വേഷപ്രച്ഛന്നനായി യാചകവേഷം ധരിച്ചും അറബി പ്രധാനികളുടെ സഹായത്താലും അദ്ദേഹം പിടിക്കപ്പെടാതെ രക്ഷപ്പെട്ടു. മോർ യാക്കോബിന്റെ നേതൃത്വത്തിൽ 1,20,000 പട്ടക്കാരെയും 89 മേൽപ്പട്ടക്കാരെയും അന്ത്യോക്യായ്ക്കും അലക്സാന്ദ്രിയയ്ക്കും പാത്രിക്കീസ്മാരെയും വാഴിച്ചു. ഇപ്രകാരം മോർ യാക്കോബ് ബുർദാന മുഖാന്തരം ദൈവം ഏറ്റവും അത്ഭുതകരമായ വിധം വിശുദ്ധ സഭയെ പരിപാലിച്ചു. തങ്ങളുടെ ശക്തി പൗരസ്ത്യദേശത്ത് തീരെ ക്ഷയിച്ചതിൽ നൈരാശ്യം പൂണ്ട ഇരുസ്വഭാവവാദികൾ സത്യവിശ്വാസികളെ യാക്കോബിനെ അനുഗമിച്ചവർ എന്ന അർത്ഥത്തിൽ യാക്കോബായക്കാർ എന്ന് ആക്ഷേപിച്ച് വിളിച്ചു തുടങ്ങി. അന്ത്യോക്യായിൽ വെച്ച് ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെട്ട പേര് അഭിമാനകരമായി തീർന്നതുപോലെ യാക്കോബായക്കാർ എന്ന പേരും അഭിമാനമായി സത്യവിശ്വാസികൾക്ക് കരുതി. തളർന്നു കിടന്നിരുന്ന സഭയ്ക്ക് യാക്കോബ് ബുർദാന പുത്തനുണർവ് നൽകി വളർത്തിയെടുത്തു എന്നുള്ളത് ചരിത്ര സത്യമാണ്. മോർ യാക്കോബ് ബുർദാന AD 578 പ്രവർത്തന നിരതനായിരിക്കെ കാലം ചെയ്തു. കർത്തൃസന്നിധിയിൽ എത്തി. ഈ വിശുദ്ധന്റെ പെരുന്നാൾ നവംബർ 28 വിശുദ്ധ സഭ ആഘോഷിക്കുന്നു.